നമസ്കാരം. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഒടുവിലുള്ള 15 നാഴിക, ഉത്രട്ടാതി, രേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ജൂലൈ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വ്യാഴം നിൽക്കുന്നത് 5-ലാണ്, ശനി ജന്മക്കൂറിലും രാഹു 12-ലുമാണ്. വ്യാഴം പൊതുവെ നല്ല സ്ഥാനത്താണ്, ശനിയും രാഹുവും അനുകൂലമല്ല. ഗുണദോഷ സമ്മിശ്രമെന്ന് പൊതുവെ പറയാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് അധികം വൈകാതെ തന്നെ നടക്കും. ജൂലൈ മാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിനും സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരം വന്നു ചേരും. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഗുണങ്ങളുണ്ടാകും. സാമ്പത്തിക പുരോഗതി, സ്ഥാനക്കയറ്റം, കൂടുതൽ സൗകര്യങ്ങൾ, പുതിയ വീട്, വാഹനം ഇതെല്ലാം നേടിയെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതി ഉണ്ടാകും. വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ വഴി തുറക്കുന്ന നല്ല പഠന നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ ഇപ്പോൾ സാധിക്കുകയും ചെയ്യും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും പല ഗുണങ്ങളും ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി, കാര്യവിജയം, നിങ്ങളുടെ തൊഴിൽ മേഖലയെ കൂടുതൽ വിപുലീകരിക്കുക, ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ ജൂലൈ മാസത്തിലൂടെ വരുന്നത്. സാഹചര്യങ്ങളെല്ലാം പഠിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. വളരെ നല്ല ഒരു തീർത്ഥാടനം ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാകും. അതിവിശുദ്ധമായ പുണ്യസങ്കേതത്തിലേക്ക് മനസ്സിനും ശരീരത്തിനുമൊക്കെ ആനന്ദം നിറയ്ക്കുന്ന നല്ലൊരു ഭക്തി യാത്ര നടത്താൻ നിങ്ങളെക്കൊണ്ട് ഈ ജൂലൈ മാസത്തിൽ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. വിവാഹ ആലോചനകളിൽ ഈ ജൂലൈ മാസം തീരുമാനമാകാൻ സാധ്യത കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് നേട്ടങ്ങളുണ്ടാകും. സാമ്പത്തിക പുരോഗതി, ഉയർച്ച, അഭിവൃദ്ധി, നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ കൂടുതൽ വിപുലീകരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കലാരംഗത്തും കായിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും അനുകൂല മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഒരു തുടക്കം കുറിക്കാൻ പറ്റിയ കാലഘട്ടമാണ് ഈ ജൂലൈ മാസത്തിലൂടെ വരുന്നത്. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും ഒക്കെ വേണ്ട ആരാധനകളൊക്കെ ചെയ്യുക. കർക്കിടക മാസത്തിൻ്റെതായ ആത്മീയ അനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിക്കുക. എല്ലാ രീതിയിലുമുള്ള സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികളിലൂടെ മുമ്പോട്ട് പോവുക. വളരെയധികം അഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാകും. നന്ദി, നമസ്കാരം.